സർ ബി സ്കൂൾ ഇൻ്റർനാഷണലിലെ ഒരു സ്റ്റുഡൻറ്റ് +2 കഴിഞ്ഞ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു എൻ്റർപ്രനർ ഒരു പാഷനായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റുഡൻസിന് ഈ ഒരു കോഴ്സ് എങ്ങനെയാണ് സ്വാധീനിക്കുന്നതെന്ന് പറഞ്ഞുകൊടുക്കാൻ +2 ഡിഗ്രി കഴിഞ്ഞ സ്റ്റുഡൻറ്റ് ബി സ്കൂൾ ഇൻ്റർനാഷണൽ വരികയാണെങ്കിൽ അവനൊരു പാഷനേറ്റ് ആണെങ്കിൽ ഒരു ഓൺടർപ്രണർഷിപ്പ് ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണ്, അല്ലെങ്കിൽ ഒരു സ്വന്തം ബിസിനസ് ഉണ്ട് അത് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഒരു ബിസിനസ് ഫാമിലി പെട്ട ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ അവനെ സംബന്ധിച്ച് അവനക്ക് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് ബി സ്കൂൾ ഇൻ്റർനാഷണൽ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ പഠിക്കുന്ന ഫസ്റ്റ് ഇയറിൽ തന്നെ അവനക്കൊരു ബേസ് കിട്ടുന്നുണ്ട്, ഒരു ബിസിനസ്സിൻ്റെ ഒരു A to Z ബേസ് കിട്ടുന്നുണ്ട്. അതോടൊപ്പം തന്നെ അവർക്ക് ഫങ്ഷണൽ ഏരിയാസ്, അതേപോലെ എൻവയോൺമെൻറ്റ് പേപ്പേഴ്സ്, അതായത് അവൻ്റെ ഒരു ബ്രാൻഡ് ഒരു ലോങ് ടേമിൽ ബിൽഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്കൊരു പക്ക ഒരു സ്ട്രാറ്റജി പ്ലാനിങ് പേപ്പർ കിട്ടും. അതോടൊപ്പം തന്നെ ഫങ്ഷണൽ ഏരിയാസ് ആയിട്ടുള്ള HR, ഫിനാൻസ്, ഓപ്പറേഷൻസ്, മാർക്കറ്റിംഗ്, ഈ ഏരിയാസ് എല്ലാം അവന് പക്ക ഒരു അപ്ലിക്കേഷൻ നോളജിലൂടെ തന്നെ അവനെന്ത് ചെയ്യും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫസ്റ്റ് ഇയർ ആണെങ്കിലും സെക്കൻഡ് ഇയർ ആണെങ്കിലും അവനെ സംബന്ധിച്ച് ഈ ഒരു ലേണിംഗ് അവർക്ക് കിട്ടും. പിന്നെ അവനെ സംബന്ധിച്ച് കുറച്ചും കൂടെ ഒരു മെച്യൂരിറ്റി ലെവൽ എന്ന് പറയുന്നത് ആഫ്റ്റർ 2 ഇയേഴ്സ് ആണെന്നുണ്ടെങ്കിൽ അവന് ശരിക്കും ഒരു ഫങ്ഷണൽ ഏരിയാസിൽ നിന്ന് മാറിയിട്ട് ഒരു പക്ക ഒരു ഡിസിഷൻ മേക്കിങ്ങിൻ്റെ ആംഗിളിലേക്ക് വരും. അതായത് അവന് സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു സീനിയർ ലെവൽ മാനേജ്മെൻറ്റിൽ എടുക്കുന്ന ഡിസിഷൻസ് അവർക്ക് എടുക്കാൻ പറ്റും. അതിൽ സൂട്ട് പേപ്പേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ HR, ഫിനാൻസിലും ഓപ്പറേഷൻസും ഒക്കെ പക്ക ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത.